ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു വെജിറ്റബിൾ പുലാവാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിനായി പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ച് വീണ്ടും അതിലേക്ക് കറുവപ്പട്ട, ഏലക്ക, കുരുമുളക്, ഗ്രാമ്പു എന്നിവയിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. ശേഷം അതിലേക്ക് 2 വറ്റൽമുളക് കൂടെ ചേർത്ത് മൂപ്പിക്കുക. നന്നായി ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതോടെ ഇട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. ഒരുപാടങ്ങ് ഗോൾഡൻ കളർ ആക്കണ്ട, നിറമൊന്നും മാറി വരുന്നിടം വരെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനത് കൊടുക്കാൻ മറന്നുപോയി, ഞാൻ പിന്നീടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിവയിട്ട് നന്നായി വഴറ്റിയെടുക്കുക. എല്ലാത്തിൻ്റെയും പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നന്നായി വഴറ്റുക. ഇനിയും കയ്യിലുള്ള പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ് എന്നിവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ പച്ചക്കറികളും നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. അതെല്ലാം നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് ഉപ്പും ചേർത്ത് ഇപ്പോഴാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തത്, നേരത്തെ മറന്നു പോയായിരുന്നു. എന്നിട്ടെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് പുതിനയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം കഴുകി വൃത്തിയാക്കി ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന ബസുമതി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 2.5 കപ്പ് ബസുമതി അരിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. 2.5 കപ്പ് ഞാൻ ബസുമതി അരി എടുത്തിരിക്കുന്നത്, അതിലേക്ക് 5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് അടച്ചു വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നന്നായി വെള്ളമെല്ലാം പറ്റി റൈസ് നല്ല രീതിയിൽ വെന്തിരിക്കുന്നതായി കാണാം. അതിലേക്ക് കുറച്ച് മല്ലിയിലയും അല്പം കൂടി നെയ്യും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നെയ്യ് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മറ്റ് കറികളുടെ ഒന്നും ആവശ്യമില്ല. സാലഡ് ഉണ്ടെങ്കിൽ പോലും നമുക്കിത് വളരെ രുചികരമായി കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you for watching.